പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രയർ ലൈനിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും അതുപോലെ തന്നെ ഇതിൻ്റെ ലീഡർഷിപ്പ് കേൾക്കുന്ന പ്രിയ കർത്താവിൻ്റെ ദാസനും എന്നെ കേൾക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ കുടുംബത്തിൻ്റെ സ്നേഹവന്ദനത്തെ ആദ്യമായി അറിയിക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഉച്ച കഴിഞ്ഞ് കർത്താവിൻ്റെ ദാസൻ എന്നോട് പറഞ്ഞു, ഇന്ന് 2 ചോദ്യമുണ്ട്. ദാസനെ ഒന്ന് പറഞ്ഞാട്ടെ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത് സംഭവിക്കണമെന്നുണ്ടെങ്കിൽ, അത് ആവശ്യമായി പ്രാർത്ഥിക്കുക സംഭവിക്കണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഹോളി സ്പിരിറ്റ് അതുകൂടെ നമ്മൾ പ്രാർത്ഥിക്കാനായി കിട്ടത്തുള്ളൂ ഒരു സംശയമുണ്ട്. ദൈവത്തിന്റെ ആണോ മാത്രമേ കേൾക്കത്തുള്ളൂ എന്നുള്ളത് ഒരു സംശയം. ഓക്കെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം ഏറ്റിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ, സ്നാനം ഓട്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രാർത്ഥന കേൾക്കത്തില്ലെന്നോ അങ്ങനെയുള്ള ചോദ്യമാണോ? അതെ അതെ. ഓക്കെ ഓക്കെ, നമ്മൾ തെറ്റിദ്ധാരണയിലേക്ക് ഒരിക്കലും പോകരുത്. പരിശുദ്ധാത്മ സ്നാനം എന്ന് പറയുന്നതും വേറൊരു വിഷയമാണ്. യേശുവിനെ നമ്മൾ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുമ്പോൾ യേശു നിങ്ങളുടെ ഹൃദയത്തിൽ വന്നു കഴിഞ്ഞു. ഇമ്മാനുവേലായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ പല സ്ഥലത്തും എൻ്റെ സാക്ഷികളാകുമെന്ന് കർത്താവ് പറയുമ്പോൾ ഒരു കാര്യം എപ്പോഴും ഓർത്തുകൊള്ളണം. ഇത് 2 കാര്യത്തെക്കുറിച്ചാണ് യേശു കർത്താവ് നമ്മളോട് പറയുന്നത്. പരിശുദ്ധാത്മ സ്നാനവും പരിശുദ്ധാത്മാവ് ഉള്ളിൽ വരുന്നതും 2 കാര്യങ്ങളാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ ഉണ്ടാകുന്ന ശക്തിയും അത് വേറെയാണ്, അല്ലാതെ ഉള്ളതും വേറെയാണ്. അപ്പോൾ ഈ ലോകത്തിൽ എല്ലാവരും പരിശുദ്ധാത്മാവിൻ സ്നാനം പ്രാപിച്ചവർ വളരെ കുറവ് ആൾക്കാരേ ഉള്ളൂ, എല്ലാവരും ഇല്ല. അതിൻ്റെ അർത്ഥം യേശു അവരുടെ ഉള്ളിലില്ല എന്നുള്ളതല്ല. കാരണം ഒരു വാക്യം ഒന്ന് വായിച്ചാണ്. എഫേസ് ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം. എഫേസ് ലേഖനം 1-ാം അധ്യായം 14-ാമത്തെ വാക്യം. തന്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി നമ്മുടെ അവകാശത്തിന്റെ ആചാരമായ വാക്തത്വത്തിൽ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. അതിന് ഇനി 4-ന്റെ 30 കൂടെ ഒന്ന് വായിച്ചാണ്. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പിനായി മുദ്രയിട്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പരിശുദ്ധാത്മാവിനെ എന്ത് ചെയ്യരുത്? ദുഃഖിപ്പിക്കരുത്. ആ പരിശുദ്ധാത്മാവിനെ കൊണ്ടാണ് വീണ്ടെടുപ്പ് നാളിനായി മുദ്ര ഇട്ടിരിക്കുന്നത്. ഇത് 2 പ്രാവശ്യം. അപ്പം നിങ്ങൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ ഉണ്ട്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേലല്ല, നിങ്ങളുടെ ഉള്ളിലുണ്ട്. നമ്മൾ ദേഹം, ദേഹി, ആത്മാവ് എന്ന് പറയുന്ന 3 ഘടകങ്ങളായിട്ട് മാറുന്നത് എപ്പോഴാണെന്നറിയാമോ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ വരുമ്പോഴാണ് നമ്മൾ ജീവൻ പ്രാപിക്കുന്നത്. നിത്യജീവനിലേക്കുള്ള വഴി അവിടെ വെച്ചാണ് നമുക്ക് തുറന്നു കിട്ടുന്നത്. അപ്പോൾ ആ പരിശുദ്ധാത്മാവിനെ നമുക്ക് ഓൾറെഡി തന്നു. പരിശുദ്ധാത്മ സ്നാനം എന്ന് പറയുന്നതാണ് 1-ാം അധ്യായത്തിൽ തന്നെ നമ്മൾ കാണാൻ സാധിക്കും. എഫേസ് ലേഖനം അതിനെക്കുറിച്ചൊന്നും പോകുന്നില്ല. ഓക്കെ, നമ്മുടെ ചോദ്യത്തിലേക്ക് കടക്കാം. എങ്ങനെയാണ് നമുക്ക് അധികാരമുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് കർത്താവിന്റെ ചോദ്യം. നമുക്ക് ഈ കാര്യങ്ങളെയൊക്കെ അധികാരത്തോടുകൂടി പറയാൻ സാധിക്കുമോ എന്നുള്ളതാണ്, അല്ലേ? അതല്ലേ ചോദ്യം? ഓക്കെ, അപ്പോൾ ഇനിയും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് വളരെ ആഴമേറിയ ഒരു വിഷയമാണ് ഇപ്പം നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്. വളരെ ശ്രദ്ധിച്ച് പഠിച്ചെങ്കിൽ മാത്രമേ ഇത് മനസ്സിലാകത്തുള്ളൂ. നമ്മൾ മനുഷ്യപുത്രന്മാരാകയാൽ ഭൂമിയിൽ നമുക്ക് അധികാരമുണ്ട്. നമ്മൾ ആരാകയാൽ? ഓക്കെ, നിങ്ങൾക്ക് ഭൂമിയുടെ ഏത് സ്ഥലത്ത് ചെന്നും വാങ്ങാനും വിൽക്കാനും പോകാനും വരുവാനുമുള്ള അധികാരമുണ്ടോ ഇല്ലയോ? ഇപ്പം ഉണ്ട്.
നിങ്ങൾക്ക് ഈ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് വേണേലും പോകാം. നിങ്ങൾക്ക് ലോകം കഴിഞ്ഞ് പിന്നെ എന്താണ് ചന്ദ്രനിൽ പോവുകയോ ചൊവ്വായി പോവുകയോ എവിടെ വേണേലും പോകാം. മനുഷ്യനായതുകൊണ്ട് ആത്മാക്കൾ വല്ലതും പോകാറുണ്ടോ? നമുക്കെല്ലാം അറിയാമോ? അവർ പോകുമോ വരത്തില്ലയോ എന്നൊന്നും നമുക്കറിയത്തില്ല. മൃഗങ്ങൾ വല്ലതും പോകുന്നുണ്ടോ? നമ്മൾ മനുഷ്യനയച്ചെങ്കിൽ മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, പോകാൻ പറ്റത്തുള്ളൂ. അപ്പം മനുഷ്യന് ഭൂമിമേൽ മനുഷ്യനാണ് അധികാരം. ഈ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ഒരു യുദ്ധം ചെയ്തു. അപ്പം യുദ്ധം ചെയ്ത സമയത്ത് ഇറാനിലേക്ക് അവരുടെ യുദ്ധ ഫ്ലൈറ്റുകൾ പോയി. ആരുടെ ഭൂമിയുടെ മേളിൽ കൂടെ പോകണമായിരുന്നു? സിറിയയുടെയും ഇറാഖിൻ്റെയും മുകളിൽ കൂടെ വേണം പോകാനായിട്ട്. അവരനുവാദം കൊടുക്കാതെ പോകാൻ പറ്റുമോ? അവരപ്പം അനുവാദം കൊടുത്തു. അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുകളിൽ കൂടെ യാത്ര ചെയ്യണമെങ്കിലും വേറൊരാൾക്ക് യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ അനുവാദം നമ്മൾ കൊടുക്കണം. അപ്പോൾ ആകാശത്തും നമുക്ക് അധികാരമുണ്ട്, ഭൂമിയിൽ അധികാരമുണ്ട്, വെള്ളത്തിലും അധികാരമുണ്ട്. ഇത് ഒരു മനുഷ്യൻ എന്ന നിലയിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ആദ്യം പഠിക്കണം. ദൈവമക്കൾക്ക് അത് മാത്രം അത്രയും ഈ ദൈവവചനമെന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ വേറെ ഏതാണ്ടൊക്കെ ആണെന്നുള്ളതാണ് ചിന്തിക്കുന്നത്. ഈ വ്യോമസേന വർക്ക് ചെയ്യുന്നത് ആകാശത്തിൽ കൂടെ അല്ലയോ? ആണോ അല്ലയോ? ഈ സമുദ്രത്തിൽ കൂടെ വർക്ക് ചെയ്യുന്നത് ആരാ? ഓരോരുത്തർക്കും ഓരോ സമുദ്രം ഏറിയ ഇല്ലയോ? ഉണ്ടോ ഇല്ലയോ? ഇന്ത്യൻ മഹാസമുദ്രമുണ്ട്, പസഫിക് ഉണ്ട്, ഇങ്ങനെ ഓരോന്നുണ്ട്. ഓരോ സമുദ്രത്തിനും ഓരോരുത്തർക്കും നമുക്ക് അതിരൊക്കെ ഉണ്ട്. ഉണ്ടോ ഇല്ലയോ? എല്ലാവർക്കും അതിരുണ്ടെന്നേ. അവിടെ അവർക്ക് അവകാശമുള്ളൂ. വേറൊരുത്തർ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ യുദ്ധം ചെയ്യും, യുദ്ധം നടക്കും. എന്തുകൊണ്ടാണ്? ഇത് ഞങ്ങളുടെ അതിർത്തിയിൽ പെട്ടതാണ്. പക്ഷെ ഇത് നമുക്ക് ആത്മലോകത്തിലെ വിഷയങ്ങളെക്കുറിച്ച് നല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് മനസ്സിലാക്കാനായിട്ട് ഒത്തിരി തെറ്റിപ്പോകുന്നു. ഇവിടെയാണ് നമ്മുടെ പരാജയം. നിങ്ങൾ ആരാണ്? മനുഷ്യ മക്കളാണ്. ഇനി നിങ്ങൾ നോക്കണം, യേശു കർത്താവ് ഈ ഭൂമിയിൽ ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ ആദ്യം ഞാൻ മനുഷ്യപുത്രനാണെന്ന് യേശു പറഞ്ഞില്ല. എന്താ പറയാതിരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെനിക്ക് അറിയത്തില്ല. പക്ഷെ സാത്താൻ വന്ന് ചോദിച്ചു, സമയത്തിന് മുമ്പേ ഞങ്ങളെ ദണ്ഡിപ്പിക്കാൻ വന്നിരിക്കുന്നുവോ എന്ന് ആര് ചോദിച്ചു? സാത്താൻ ചോദിച്ചു. അപ്പം സമയത്തിന് മുമ്പേ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അവനറിയാം ഇവർക്ക് വേണ്ടി ഒരു സമയം വെച്ചിട്ടുണ്ട്. അതിനുശേഷം മുഴുവനും യേശു തന്നെപ്പറ്റി എന്തോ പറഞ്ഞത്? ഞാൻ മനുഷ്യപുത്രൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. ആരാന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് മനുഷ്യപുത്രൻ എന്ന് പറയുന്നത്? കാരണം മനുഷ്യപുത്രനാണ് ഭൂമിമേൽ അധികാരമുള്ളത്. ആർക്കാണ്? ഭൂമിമേൽ, ആകാശത്തിൻ്റെ മേലും സമുദ്രത്തിൻ്റെ മേലും മനുഷ്യർക്കാണ് അധികാരമുള്ളത്. ആർക്കാണ് അധികാരമുള്ളത്? നമ്മളെ പഠിപ്പിച്ചു വെച്ചേക്കുന്ന ആർക്കധികാരം? നമുക്കും അധികാരം. പിന്നെ ആർക്കാണ് അധികാരം എന്ന് പറഞ്ഞ് നടക്കുന്നത്? ദൈവത്തിന്. ആർക്കാ? സ്വർഗ്ഗത്തിന് മേൽ കർത്താവേ നിനക്കാണല്ലോ അധികാരം. അതുകൊണ്ട് കർത്താവേ നീ ശാസിക്കണമേ കർത്താവേ എന്ന് പറഞ്ഞാണ് പ്രാർത്ഥന ഒട്ടുമുക്കാലും എന്ത് ചെയ്യുന്നത്? പൊക്കോണ്ടിരിക്കുന്നത്. നമുക്ക് നോക്കാം, കർത്താവിനാണോ അധികാരം, മനുഷ്യനാണോ അധികാരമെന്ന്. ഓക്കെ, ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചേക്കുന്ന ഭൂമിയിൽ ഇപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വഖഫ് ബോർഡ് എന്ന് പറഞ്ഞ ഒരു നിയമം എന്ന് പറഞ്ഞ ഒരു പരിപാടി വന്നിട്ടുണ്ടോ? കണ്ടായിരുന്നു നിങ്ങളെല്ലാം ന്യൂസൊക്കെ? ഓക്കെ, അത് അപ്പം അവരുടെ അധികാരത്തിന് കീഴിൽ അവരാക്കി വെച്ചേക്കുന്നതിനെ വേറൊരാൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയാണ് അതിൻ്റെ നിയമം. ആണോ അല്ലയോ? അതിനെക്കുറിച്ച് വല്ലതും അറിയാമോ നിങ്ങൾക്ക്? ആരും ഒന്നും പറയുന്നില്ല. കേട്ടായിരുന്നു. ഇതിനു മുമ്പ് അറിയാമായിരുന്നു ഇതിനെക്കുറിച്ച്? നമുക്കൊന്നും അറിയത്തില്ലായിരുന്നു, എനിക്കറിയത്തില്ലായിരുന്നു. അപ്പൊ ഇപ്പൊ ന്യൂസ് കേട്ടപ്പോഴാണ് ഇതിനെപ്പറ്റിയൊക്കെ അറിയുന്നത്. കേട്ടതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനു മുമ്പ് നമുക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ അപ്പം അവരുടെ അധികാര പദവിയിൽ ഇരിക്കുന്നത് കൊണ്ട്
അവരെന്ത് ചെയ്യുന്നില്ല, അത് വേറൊരാൾക്ക് വേറൊരു കാര്യത്തിന് പോലും ഉപയോഗിക്കാൻ പോലും പറ്റത്തില്ല എന്നുള്ളതാണ് അവരുടെ നിയമം. അപ്പം അങ്ങനെ ആ മാനുഷിക നിയമം പോലും അങ്ങനെ ആക്കി വച്ചിരിക്കുമ്പോൾ ദൈവിക നിയമം എന്താണെന്ന് നമ്മൾ എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം, നല്ലതുപോലെ അറിഞ്ഞിരിക്കണം. ദൈവം വെച്ചിരിക്കുന്ന നിയമത്തെ ദൈവത്തിന് തെറ്റിക്കാൻ പറ്റുമോ? ഇനി ഞങ്ങൾ പറഞ്ഞു ആരെങ്കിലും ദൈവം വെച്ചിരിക്കുന്ന ഒരു നിയമം, ആ നിയമത്തെ ദൈവം തെറ്റിക്കാൻ പറ്റുമോ? ഇല്ല. തെറ്റിച്ചാൽ എന്താ കുഴപ്പം? ദൈവം വെച്ചിരിക്കുന്ന നിയമത്തെ ദൈവം തെറ്റിച്ചാൽ എന്താ കുഴപ്പം? ദൈവം ഞാൻ തെറ്റിക്കുന്നില്ല. ദൈവം ദൈവമല്ലാതാകും, ദൈവം നീതിമാനല്ലാതാകും. ദൈവം ആരല്ലാതാകും? നീതിമാനല്ലോ. നീതിമാനല്ലാതാകും. അപ്പം നമ്മൾ ആ നിയമത്തിന് അധീനരായി വർക്ക് ചെയ്യുമ്പോഴാണ് നമ്മുടെ കാര്യം ഇതിനെ പ്രവർത്തിക്കാൻ സാധിക്കുന്നത്. നമ്മൾ ആ നിയമത്തിനകത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കാനായിട്ട് പഠിക്കണം. നിയമം വിട്ടിട്ട് ദൈവത്തിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നമ്മുടെ ഇന്ത്യയിലെ നിയമം അല്ലല്ലോ ദൈവത്തിൻ്റെ നിയമമാണോ? നമ്മുടെ ഇന്ത്യ നിയമമുണ്ട്, പക്ഷെ തന്നെ നിയമപാലകന്മാർ പോലും ആ നിയമത്തെ എന്ത് ചെയ്യുന്നില്ല? അനുസരിക്കുന്നില്ല, പാലിക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ അതിക്രമങ്ങളൊക്കെ നടക്കുന്നത് ഒരുപാട്. അപ്പം നമ്മൾ അറിഞ്ഞിരിക്കണം ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അമേരിക്കയിലെ പ്രശ്നം, അമേരിക്കയിൽ നിയമമുണ്ട്. നിയമകർത്താക്കന്മാർ ആ നിയമത്തെ അവരെന്ത് ചെയ്യും? അനുസരിക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മൾ ഈ അമേരിക്ക വന്നപ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കൊച്ചു പിള്ളേരാണെങ്കിലും വലിയ മനുഷ്യരാണെന്നുണ്ടെങ്കിലും റോഡ് ക്രോസ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവരങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ നോക്കും, എന്നിട്ട് അവിടെ നിൽക്കും. അവർ സീബ്ര ലൈന് വന്നതിന് ശേഷമേ അവരെന്ത് ചെയ്യത്തുള്ളൂ, ആ ലൈനിൽ വന്നതിന് ശേഷമേ അവരെന്ത് ചെയ്യത്തുള്ളൂ. നമ്മളോ എങ്ങനെയാ? ഒന്നും നോക്കത്തില്ല, എടുത്ത് ചാടി അങ്ങ് പോകും. അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ ചെയ്യുന്നത്? പക്ഷെ ഇവർ വണ്ടി നിർത്തി തരും. നമ്മുടെ നാട്ടിലാണെങ്കിൽ വണ്ടി നിർത്തിപ്പോലും തരത്തില്ല, വന്ന് ഇടിച്ച് നിർത്തിച്ച് അങ്ങ് പോവുകയും ചെയ്യും. നിയമമുണ്ട്, പക്ഷെ തന്നെ നിയമം പാലിക്കുന്നില്ല. നമ്മുടെ നാട്ടിലെ ഇന്ത്യയിലെ നിയമം വളരെ ഉന്നതമായ നിയമം, നല്ല ഫസ്റ്റ് ക്ലാസ് നിയമമാണ്, പക്ഷെ തന്നെ എന്ത് ചെയ്യുന്നില്ല? അത്രേ ഉള്ളൂ. നല്ല നിയമങ്ങളാ, ഉഗ്ര നിയമങ്ങളാ. എല്ലാവർക്കും അനുഗ്രഹപ്രദമായ നിയമമാണ് നമ്മുടെ ഇന്ത്യൻ നിയമം. വളരെ നല്ല മനോഹരമായ നിയമമാണ്. ആർക്കും ഒരു തെറ്റും പറയാൻ പറ്റാത്ത നിയമമാണ്. ഇതുപോലത്തെ നല്ല നിയമമുള്ള ഒരു കൺട്രി വേറെ ലോകത്തിലൊന്നും കാണത്തില്ല. പക്ഷേ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് അനുസരിക്കാൻ ബാധ്യസ്ഥരായവരെന്ത് ചെയ്യുന്നില്ല, അനുസരിക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അത് നിയമത്തിൻ്റെ കുഴപ്പമല്ല, അനുസരണത്തിൻ്റെ കുഴപ്പമാണ്. ആണോ അല്ലയോ? അതേപോലെയാണ് ദൈവം വെച്ചിരിക്കുന്ന നിയമത്തെ ആരനുസരിക്കണം? മനുഷ്യര് അനുസരിക്കാൻ പഠിക്കണം. ഇവിടെയാണ് നമ്മൾ അറിയേണ്ടത്. ഓക്കെ, നമുക്ക് വരാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26 മുതൽ 28 വരെയുള്ള വാക്യം ഒന്ന് വായിച്ചാട്ടോ. നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പർവ്വജാതിമേലും മൃഗങ്ങളിന്മേലും സർവ്വഭൂമിയിന്മേലും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇഴജാതിയുമേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. ദൈവം അവരെ അനുഗ്രഹിച്ചു. നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവ്വതത്തിന്മേലും ജന്തുവിന്മേലും വാഴുകയെന്ന് അവരോട് കൽപ്പിച്ചു. ഓക്കെ, ഇവിടെ നിങ്ങൾ വായിച്ച വേദഭാഗത്ത് ഈ ദൈവം വച്ചിരിക്കുന്ന ഈ നിയമത്തെ ദൈവം എന്നെങ്കിലും തിരിച്ചെടുത്തോ? ആദം പാപം ചെയ്തപ്പോ ഈ നിയമത്തെ ദൈവം തിരിച്ചെടുത്തോ? അപ്പം ഇതിനെ അടക്കി ഭരിച്ച് നടത്തേണ്ട ജോലി ആരുടേതാ? 5 കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. God bless them.
28-ാമത്തെ വാക്യം. ആൻഡ് ഗോഡ് സെറ്റ് അൺടു ദം ബി ഫ്രൂട്ട്ഫുൾ 1, 2 ബി ആൻഡ് മൾട്ടിപ്ലൈ 3 റീപ്ലനിഷ് ദ എർത്ത് 4 സബ്ഡ്യൂ ഇറ്റ് 5 ഹാവ് ഡൊമിനിയൻ over the fish of the sea and over the fowl of the air and over every living things that moveth upon the earth. ആരാണ് ഇതിനെ അടക്കേണ്ടത്? മനുഷ്യൻ. അപ്പം കാറ്റ് വന്നാൽ അതിനെ അടക്കേണ്ട ജോലി ആരുടേതാണ്? മനുഷ്യന്റെ. ഇന്ന് ഇതുവഴി കാറ്റ് പോയി. ഞങ്ങൾ താമസിക്കുന്ന ഏരിയയിൽ കൂടെ ടൂർണാഡോ പോകുന്നെന്ന് പറഞ്ഞു. ഷെൽട്ടറിൽ കയറി ഇരിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഈ കാറ്റിനോട് പറഞ്ഞു ഇതുവഴി കാറ്റ് വരാൻ പാടില്ല, വേറെ എവിടെ വേണേലും പൊക്കോളാൻ പറഞ്ഞു. പക്ഷെ ഞാൻ താമസിക്കുന്ന ഏരിയയിൽ കൂടെ എന്ത് ചെയ്യാൻ പാടില്ല? വരാൻ പാടില്ല. കാറ്റ് അതുവഴിയൊക്കെയോ പോയി. എനിക്കത് അറിയേണ്ട കാര്യമില്ല എങ്ങോട്ടാ പോയെന്ന്. പക്ഷെ ഞാൻ പാർക്കുന്നിടത്ത് എന്ത് ചെയ്യാൻ പാടില്ല? എന്നെ ഡാളസിൽ നിന്ന് വേറെ കണ്ടുന്ന ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, ഹൂസ്റ്റണിൽ നിന്ന് ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളെ വേറൊരാൾ വിളിച്ചിട്ട് പറഞ്ഞു ഒക്ലോമയിലുള്ള ഞങ്ങൾ ഇവിടുന്ന് മാറി താമസിക്കാൻ മാറിപ്പോവാണ്, ഇവിടെ കാറ്റ് വരുന്നെന്ന് പറഞ്ഞു. മോനിച്ചാൽ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് കുഴപ്പമില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ കാറ്റ് ഇങ്ങോട്ട് വരണ്ടെന്ന്. അത് വേറെ വഴിക്ക് പോയിട്ടുണ്ട്, അത് എനിക്കറിയത്തില്ല ആ പുള്ളി ഇവിടെ താമസിക്കുന്നതെന്ന്. എന്തിനാണ് ഞാനിത് പറഞ്ഞത്? നമുക്ക് തന്നിരിക്കുന്ന അതോറിറ്റിയെ എക്സർസൈസ് ചെയ്യണം? അവരവർക്ക് കിട്ടിയ അതോറിറ്റിയെ അവരവരെന്ത് ചെയ്യണം? പഠിക്കണം. അത് എക്സർസൈസ് ചെയ്യാൻ പഠിക്കണം. ഞാനൊരു മനുഷ്യനായതുകൊണ്ട് എനിക്ക് തന്നിരിക്കുന്ന അതോറിറ്റി ഞാൻ ഉപയോഗിക്കാൻ ബാധ്യസ്ഥനാണ്. അത് ഞാൻ ഉപയോഗിക്കുന്നു. ഇത് നിങ്ങളെ എന്ത് ചെയ്യുന്നുണ്ട്? ഞാൻ പഠിപ്പിക്കുന്നുമുണ്ട്. നിങ്ങൾ മനുഷ്യനല്ലയോ? ആണോ അല്ലയോ? മനുഷ്യക്കുഞ്ഞുങ്ങളല്ലയോ? അപ്പം മനുഷ്യ മക്കൾക്ക് തന്നിരിക്കുന്ന അധികാരം അവനല്ലാതെ പിന്നെ വേറെ വല്ലൊരു എക്സർസൈസ് ചെയ്യാൻ പറ്റുമോ? ദൈവം തന്നിരിക്കുന്ന അധികാരമാണ്, ആണോ അല്ലയോ? ബി ഫ്രൂട്ട്ഫുൾ എന്ന് പറഞ്ഞാൽ സന്താനപുഷ്ടിയുള്ളവരാകുക. അത് ദൈവം തന്നേക്കുന്ന. അത് ഞാനല്ല സന്താനപുഷ്ടി ആകാനായിട്ട് വേറെ വല്ലവരെ കൊണ്ടും എൻ്റെ വീട്ടിൽ സന്താനപുഷ്ടി ഉണ്ടാക്കാൻ പറ്റുമോ? ഞാനല്ലേ ഇവിടെ മൾട്ടിപ്ലൈ ആകേണ്ടത്. എൻ്റെ വീട്ടിൽ മൾട്ടിപ്ലിക്കേഷൻ നടത്തേണ്ട ജോലി ആകേണ്ടത്. അതോ ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചാൽ മതിയോ? ഹലോ, മൾട്ടിപ്ലിക്കേഷൻ നടത്തേണ്ടത് ഞാനാണോ അല്ലയോ? ഭൂമിയിൽ റീപ്ലെനിഷ് ചെയ്യേണ്ടത്. ഇപ്പം ഞാനും എൻ്റെ ഭാര്യയും 2 കുഞ്ഞുങ്ങളുമായിട്ട് ഇവിടെ വന്നു. ഞങ്ങളിവിടെ വന്നു. ഞാനിപ്പം താമസിക്കുന്നു. അന്ന് ഞങ്ങൾ താമസിച്ചത് ഒരു അപ്പാർട്ട്മെൻറ്റ്, ഒരു വീട്ടിൽ താമസിച്ച് ഞങ്ങൾ 4 പേരും കൂടെ. ഇപ്പം ഞങ്ങൾ 2 പേരും കൂടെ ഒരു വീട്ടിൽ താമസിക്കുന്നു. എൻ്റെ മകളും കുടുംബവും വേറൊരു വീട്ടിൽ താമസിക്കുന്നു. എൻ്റെ മകനും കുടുംബവും വേറൊരു വീട്ടിൽ താമസിക്കുന്നു. ഇപ്പം തന്നെ ഈ ഭൂമിയിൽ തന്നെ ഞങ്ങളിപ്പോൾ എത്ര വീടായിട്ട് മാറി? 3 വീടായിട്ട്. അവരുടെ മക്കൾ വരുന്നുണ്ടെങ്കിൽ ഇനി അവർ വേറെ വീടുകൾ വെച്ചാൽ അവരങ്ങോട്ട് മാറത്തില്ലയോ? അപ്പം ഈ ഭൂമിയെ അടക്കി വാഴേണ്ട ജോലി ആരുടേതാ? മനുഷ്യർക്കാണ് ദൈവം കൊടുത്തിരിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അത് അടക്കുക എന്ന് പറഞ്ഞ വേർഡിൻ്റെ അർത്ഥം, നിങ്ങൾ ഈ സബ്ഡ്യൂ എന്നുള്ള വേർഡ് നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാമോ? അടക്കുക എന്നുള്ള വേർഡ് നിങ്ങൾ അതിൻ്റെ ഡിക്ഷണറി ചെന്ന് നോക്കണം. എവിടെ ചെന്ന് നോക്കണം? ഡിക്ഷണറി ചെന്ന് നോക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഗൂഗിളിനകത്ത് ഇട്ടിട്ട് ഞാൻ നിങ്ങളോട് ഇപ്പോൾ പറയാം ഇന്നൊക്കെ മലയാളത്തിൽ എത്ര മീനിങ് ഒക്കെ ഉണ്ടെന്ന്. ഓക്കെ, ഞാനിപ്പോൾ ഗൂഗിളിലിട്ടു. ഓക്കെ, അതിനകത്തിൽ വിജയിക്കുക, ഇണക്കുക, കീഴടക്കുക, ശമിപ്പിക്കുക, തോൽപ്പിക്കുക, ഇല്ലാതെയാക്കുക, അധീനമാക്കുക, നിയന്ത്രണത്തിൽ കൊണ്ടുവരിക, വിധേയമാക്കുക,
കീഴിലാക്കുക, സ്വാധീനമാക്കുക, അടിമപ്പെടുത്തുക, തോൽപ്പിക്കുക. ഇത്രയും പോരായോ? മതിയോ? ആരുടെ ജോലിയാ ഇത്? ആരെ ഏൽപ്പിച്ചേക്കുന്ന ദൈവം? മനുഷ്യരെ എന്നിട്ട് ഇവിടെ കുത്തിയിരുന്ന് എന്താ ചെയ്തോണ്ടിരിക്കുക മനുഷ്യൻ? അറിഞ്ഞുകൊണ്ടിരിക്കുക. ആരുടെ കുഴപ്പമാ? നിങ്ങളുടെ മതം നിങ്ങളോട് പറയുന്നു നിങ്ങൾ കുത്തിയിരുന്ന് എന്താ ചെയ്തോണ്ടാണ്? കരഞ്ഞുകൊണ്ടിരുന്നു എന്ന്. അത് ദൈവത്തിന്റെ കുഴപ്പമാണോ? ദൈവമാണോ പറഞ്ഞത്? ഞാൻ ഒന്നുകൂടെ പറയുക. വിജയിക്കുക, ഇണക്കുക, കീഴടക്കുക, ശമിപ്പിക്കുക, തോൽപ്പിക്കുക, ഇല്ലാതെയാക്കുക, അധീനമാക്കുക, നിയന്ത്രണത്തിൽ കൊണ്ടുവരിക, വിധേയമാക്കുക, കീഴിലാക്കുക, സ്വാധീനമാക്കുക, അടിമപ്പെടുത്തുക, തോൽപ്പിക്കുക. ഇതെല്ലാം ആരുടെ ജോലിയാ? എൻ്റെ ജോലിയാ. എനിക്കെതിരായി വരുന്നതിനെ മുഴുവനെയും തോൽപ്പിക്കേണ്ട ജോലിയും കീഴടക്കേണ്ട ജോലിയും അടിമപ്പെടുത്തേണ്ട ജോലിയും ആരുടേതാണ്? ഈ നമ്മള് ആവശ്യക്കാരന്റെ ജോലിയാണെന്നേ. നിങ്ങളുടെ ശരീരത്തിലോട്ട് കയറി വരുന്ന ആവശ്യമില്ലാത്തതിനെ കയറി വരുന്നതിനെ തടഞ്ഞു നിർത്തുന്നതിന് വേണ്ടി ദൈവം ഒരു പരിപാടി ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. ആ ദൈവം ചെയ്തു തന്ന പരിപാടിയുടെ പേരെന്തുമായിരുന്നു? പരിശുദ്ധാത്മാവാണ്. ദൈവം ഒരു എല്ലാ മനുഷ്യർക്കും കൊടുത്തേക്കുന്നതാണ്. ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയുന്ന ഒന്ന് തന്നിട്ടുണ്ടോ? എന്തിനു വേണ്ടിയാ? എന്തുവാ? ഒരാള് പറ. ഒരാൾ പറയുന്നുണ്ട്, രണ്ടുപേരും കൂടെ പറയുന്നു. ഒരാൾ പറ. എന്നാ ഒന്ന് ആലീസ് പറഞ്ഞിട്ട്. അപ്പൊ പ്രതിരോധിക്കാനുള്ള ശക്തി. എന്തിനെ പ്രതിരോധിക്കാൻ? രോഗത്തെ പ്രതിരോധിക്കാനുള്ള ശക്തിയാണ് മനുഷ്യന് തന്നിരിക്കുന്നത്. ആണോ അല്ലയോ? അപ്പം അത് ശക്തി കുറയുമ്പോഴല്ലയോ ഈ രോഗം നമ്മുടെ ദേഹത്തോട്ട് കയറി വരുന്നത്. അപ്പൊ ദൈവവചനം നമുക്ക് തന്നിട്ടില്ലയോ അതിനെ പ്രതിരോധിക്കാനായിട്ട്? ആരാ പ്രതിരോധിക്കേണ്ടത്? അതിനെ കീഴടക്കേണ്ട ജോലി ആരുടേത്? അത് ദൈവത്തോടാണ് പറയേണ്ടത്. ഇനിയും പനി എന്ന് പറയുന്നത്, ഫീവർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഫീവർ, പനി, അതിന് ചിലപ്പം 100 ഡിഗ്രി വന്നെന്നിരിക്കും. 100 കൂടുതലായി കഴിഞ്ഞാൽ ഭയങ്കര പനിയാണോ അല്ലയോ? ഓക്കെ. അന്നേരം നമ്മുടെ പനി ഡിഗ്രി ചൂട് കൂടുതലുണ്ട്. പക്ഷെ എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തോ വേണം? അന്നേരം എന്തൊക്കെ വേണം? പ്രതിരോധ ശക്തിയാണ്. നമുക്ക് പുതപ്പ് വേണ്ടായോ? പുതപ്പ് വേണം, കിടക്കണം, എഴുന്നേക്കാൻ വയ്യ അല്ലേ? പനി വന്നാൽ നമ്മളെ എന്ത് ചെയ്യും? ആ പനി പിടിച്ച് നമ്മളെ കിടത്തും. പനി പറയാണ്, നീ കിടക്കുമോളെ, എനിക്ക് കിടക്കണമെന്ന് പറയും. എന്നിട്ട് പറയും, എനിക്ക് തണുക്കുന്നു, എന്നെ പുതപ്പിച്ചോ എന്ന് പറയും. ആണോ അല്ലയോ? വാസ്തവത്തിൽ നമ്മുടെ ഉള്ളിൽ ഭയങ്കര ചൂടാ. ഡോക്ടർ പറയുന്നു ചൂടാണെന്ന്, പക്ഷെ പനി പറയുന്നു കിടുകിട വിറയ്ക്കുന്നെന്ന് പറയുന്നു. അപ്പൊ ഇവൻ എന്തോ രോഗം? എന്ത് രോഗമാണ് ഇത്? പറഞ്ഞേ. യേശു അവളുടെ കൈക്ക് തൊട്ടു, പനി അവള്. അപ്പൊ എന്ത് രോഗമാണ്? ഇത് രോഗമാണോ ബാധയാണോ? പറഞ്ഞേ. ആണോ? ക്യാൻസർ എന്ന് പറയുന്ന സാധനം കാർന്ന് തിന്നുന്നതാണ്. അത് പണ്ട് നമ്മുടെ നാട്ടില് ബാധയമായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ആണോ അല്ലയോ? ഇപ്പം അത് രോഗമെന്ന് പറയാൻ തുടങ്ങി. അപ്പം ഈ ബാധയെ ഓടിച്ചു വിടേണ്ട ജോലി ആരുടേതാണ്? മനുഷ്യന്റെ ജോലിയാണ് ഇറങ്ങിപ്പോടാ എന്ന് പറയേണ്ടത്. ഒരു പ്രാവശ്യം എൻ്റെ ഒരു സ്നേഹിതൻ, ഞങ്ങളെ ഒന്നിച്ചാരാധിച്ചതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ബ്രസ്റ്റ് ക്യാൻസർ വന്നു. അപ്പോൾ അദ്ദേഹത്തോട്
വേറെ ആ ചർച്ചിൽ തന്നെയുള്ള ഒരു മൂപ്പനായിട്ടുള്ള അച്ചായൻ പറഞ്ഞു മോനച്ചനെ വിളിച്ചിട്ട് ബൈബിൾ ക്ലാസ് എടുത്ത് പ്രാർത്ഥിപ്പിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ അവിടെ ചെന്നു. ഞാൻ ചോദിച്ചു, സഹോദര, ഇതൊരു മനുഷ്യനാണ് ഇരിക്കട്ടെ, ഈ രോഗമെന്ന് പറഞ്ഞിരിക്കുന്നത് ഇപ്പം നിൻ്റെ ഭാര്യ കയറി പിടിച്ചേക്കുന്ന രോഗത്തിന് ഒരു മനുഷ്യനാണ് എന്ന് ഇരിക്കട്ടെ, ഈ അവനാണ് കയറി പിടിച്ചതെന്നുണ്ടെങ്കിൽ നീ അവനെ വിടുമോ എന്ന് ചോദിച്ചു. വിടുമോ? ഏതെങ്കിലും പുരുഷന്മാർ തൻ്റെ ഭാര്യയെ കയറി പിടിച്ചാലേ വിടുമോ? അടിച്ചിറക്കി വിടും, വിടത്തില്ലയോ? ഇപ്പോഴും നീ അത് തന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഇറങ്ങി കാണാൻ പറ്റാത്ത ഒരുത്തനാണ് കയറി പിടിച്ചേക്കുന്നത്. ആരാ പിടിച്ചേക്കുന്നത്? കാണാവുന്നവൻ പിടിച്ചാൽ നീ അടിക്കാൻ നിന്റെ കൈ കൊണ്ട് പറ്റും. കാണാൻ വയ്യാത്തവൻ പിടിച്ചാൽ എങ്ങനെ അടിക്കണം? നിന്റെ നാവെന്ന ചമ്മട്ടി കൊണ്ട് അടിക്കണം. എന്തുകൊണ്ട് അടിക്കണം? ഇത് ആരാ ചെയ്യേണ്ടത്? ഏറ്റവും വലിയ അടിയ നാവ് കൊണ്ടുള്ള അടിയെ. ഇപ്പൊ വല്ലതും പിടി കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? അതിന് നമ്മൾ ആരോടേലും വല്ലവരോടും ചോദിക്കണോ? അതിൻ്റെ കൂടെ നിങ്ങൾക്ക് യേശുവിൻ്റെ നാമം കൂടെ തന്നിട്ടുണ്ടോ? ഉണ്ടോ ഇല്ലയോ? പിന്നിനും നിങ്ങൾക്ക് ആരെയാ പേടിക്കേണ്ടത്? ഇപ്പം വല്ലതും മനസ്സിലാകുന്നുണ്ടോ? ഈ പിള്ളേർ കല്യാണം കഴിക്കണ്ട, അല്ലെന്നുണ്ടെങ്കിൽ പിള്ളേർ കുഞ്ഞുങ്ങളുണ്ടാകണ്ട എന്നൊക്കെ പറയുന്നത് എന്തുവാ? അത് ശരിയായിട്ടുള്ള രൂപമാണോ? നിങ്ങളെന്ത് ചെയ്തു? നമ്മളെല്ലാം ഈ 10, 16 വയസ്സ് കഴിഞ്ഞിട്ട് വന്നവരില്ലയോ? ആണോ അല്ലയോ? ആണോ? 10, 16 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എല്ലാവർക്കും എന്തോ തോന്നുന്നതാണ്. സെക്സിനോട് ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലയോ ആർക്കും? എല്ലാവർക്കും ഉള്ളതില്ലയോ? എല്ലാവരും മടിക്കുന്നത് എല്ലാവർക്കും ഉള്ളതില്ലയോ? അത് ദൈവം കൊടുത്തേക്കുന്നതില്ലയോ? പിന്നെ ഈ പിള്ളേർക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കിടക്കുന്നതിൻ്റെ ഉദ്ദേശം എന്തുവാ? വേണ്ടാഞ്ഞിട്ടാന്നോ? ഒരു ഹാർഡല്ല. അവരെ കയറി റീപ്ലനിഷ് ചെയ്യരുത്, നീ നശിച്ചോണം, നിന്റെ കുടുംബം ഇതുപോലെ നീർന്നോണം എന്ന് പറഞ്ഞ് കയറിയിരിക്കുന്നത് ആരാ? കർത്താവ് പറഞ്ഞ് നീ എന്താ ചെയ്യണം? സന്താന പുഷ്ടി ഉള്ളവനാകണം. അപ്പൊ കല്യാണം കഴിച്ചില്ലെന്നുണ്ടെങ്കിൽ ഇവൻ സന്താന പുഷ്ടി ഉള്ളവനാകുമോ? അപ്പൊ ആർക്കെതിരാണ് ഇപ്പൊ ഈ പിള്ളേർ പറയുന്നത്? അപ്പം ദൈവത്തിനെതിരായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ആര് പറയണം? അപ്പൊ അവന്റെ മേൽ വ്യാപരിച്ചിരിക്കുന്നത് ഏത് ശക്തിയാ? പാസ്റ്റർ പറയുന്നത് അപ്പൊ എൻ്റെ കുഞ്ഞിൻ്റെ മേൽ വ്യാപരിച്ചിരിക്കുന്നത് ദുഷ്ടനാണെന്ന പിശാചാണോ? അവൻ പള്ളിയിൽ പോയി ആരാധിക്കുന്നവനല്ലയോ, ദൈവത്തെ വിളിക്കുന്നവനല്ലയോ എന്ന് പറഞ്ഞിട്ട് എന്നോട് ചൂടാകണ്ട. അവനിൽ വ്യാപരിച്ചിരിക്കുന്ന സാത്താനാണെന്ന് നിങ്ങളാ പറഞ്ഞ, ആണോ അല്ലയോ? അപ്പൊ അവനെ ഓടിച്ചു വിടേണ്ട ജോലി ആരുടേതാ? മാതാപിതാക്കളുടെ അന്നേ. ആരുടേതാ? ഞങ്ങൾ കല്യാണം കഴിക്കാൻ നേരത്ത് അമ്മ പറഞ്ഞു, കല്യാണം കഴിച്ചോ ഒരു കുഴപ്പമില്ല, പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ താമസിക്കാൻ പറ്റത്തില്ല, വേറെ വീട് വാങ്ങിച്ച് വേറെ വീടുണ്ടാക്കിക്കൊണ്ട് താമസിക്കാൻ. ഞാൻ മരുമോളുമായിട്ട് വഴക്കുണ്ടാക്കിയെന്ന് പറഞ്ഞ് എൻ്റെ തലയിൽ കയറാൻ വരണ്ടെന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞ ന്യായമല്ലയോ? ആണോ? എന്താ പറഞ്ഞത്? എടാ എൻ്റെ അമ്മ പറഞ്ഞു, മോനെ മര്യാദയ്ക്ക് വേണമെങ്കിൽ പഠിച്ചോണം, പഠിച്ചാൽ നിനക്ക് കൊള്ളാം, ഞങ്ങൾക്ക് നീ കൊണ്ടു തരണ്ട. അപ്പം ഞങ്ങൾ എന്തോ ചെയ്യണമായിരുന്നു? പഠിക്കണം. ആർക്ക് വേണ്ടിയാണ് പഠിക്കുന്നത്? അവരവർക്ക് വേണ്ടിയാ. അപ്പം നിങ്ങൾ നോക്കണം, ജീവിക്കണമെന്നുണ്ടെങ്കിൽ നീ വീടുണ്ടാക്കിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ വേണം. അപ്പം ഉത്തരവാദിത്വം ആരേൽപ്പിച്ചു തന്നു? അമ്മ ഏൽപ്പിച്ചു തന്നു. ഉത്തരവാദിത്വം അവരവർ ഉത്തരവാദിത്വമായിട്ടോണെന്ന്. ഇവിടെ അപ്പനും അമ്മയും കിടന്ന് അടിയായി 24 മണിക്കൂറും. പിന്നെ അങ്ങനെ പിള്ളേർ കാണുന്നുള്ളവരെ എനിക്ക് അടി ഉണ്ടാക്കാൻ വയ്യ, അതുകൊണ്ട് ഞങ്ങൾ കല്യാണം കഴിക്കുകയും വേണ്ടെന്ന് പിള്ളേർ പറയത്തില്ലയോ? അതാണ് കുഴപ്പം. ഞങ്ങളുടെ വീട്ടിൽ പിള്ളേരോട് ഞാൻ പറഞ്ഞു, മോനെ കോളേജിൽ നിന്ന് ഇറങ്ങിയാൽ ഉടനെ തന്നെ നീ കല്യാണം കഴിച്ചോണം. വെൻ യു
ഗ്രാജുവേറ്റ് ഫ്രം ദ കോളേജ്, ദാറ്റ്സ് ഇറ്റ്. ഉടനെ തന്നെ കല്യാണം. പിന്നെ ജോലി. എന്താണ്? പിന്നാണ് ജോലി. ജോലി അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട ആദ്യം വിവാഹം, പിന്നീടാണ് ജോലി. ഭയങ്കര പരിപാടിയായിരുന്നു എൻ്റേത്. മക്കളെ, നമ്മൾ പറയാൻ പഠിക്കണം. ഓക്കെ. ഇനി മനുഷ്യനായതുകൊണ്ടുള്ള അധികാരം ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാൻ പോവാണ്. കർത്താവ് പഠിപ്പിച്ചത്. ഇത് നിങ്ങളുടെ ഹൃദയത്തിൽ കയറിയെടുക്കാൻ ഇച്ചിരി പാടാണ്. വായിച്ചോ. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. പെട്ടെന്ന് വായന. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ആട്ടിൻതൊഴുത്തിൽ വാതിലൂടെ കിടക്കാതെ വേറെ വഴിയായി കയറുന്ന കള്ളനും കവർച്ചക്കാരനുമാകുന്നു. വാതിലൂടെ കിടക്കുന്നവനോ ആടുകളുടെ ഇടയനാകുന്നു. അവന് വാതിൽ കാവൽക്കാരൻ തുറന്നു കൊടുക്കുന്നു. ആടുകൾ അവന്റെ ശബ്ദം കേൾക്കുന്നു. തന്റെ ആടുകളെ അവൻ പേർ ചൊല്ലി വിളിച്ച് പുറത്തു കൊണ്ടുപോകുന്നു. തനിക്കുള്ളവയൊക്കെയും പുറത്തു കൊണ്ടുപോയ ശേഷം അവൻ അവയ്ക്ക് മുൻപായി നടക്കുന്നു. ആടുകൾ അവന്റെ ശബ്ദം അറിഞ്ഞ് അവനെ അനുഗമിക്കുന്നു. അന്യന്മാരുടെ ശബ്ദം അറിയായതുകൊണ്ട് അവ അന്യനെ അനുഗമിക്കാതെ വിട്ട് ഓടിപ്പോകും. ഈ സാക്ഷ്യം യേശു അവരോട് പറഞ്ഞു. എന്നാൽ തങ്ങളോട് പറഞ്ഞത് ഇന്നത് എന്ന് അവർ ഗ്രഹിച്ചില്ല. മതി. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളെല്ലാം ക്രിസ്ത്യാനികളായ പണ്ട് മുതലെയുള്ള ക്രിസ്ത്യാനികളാണ്. നിങ്ങൾ എത്ര പേര് ഇതിനെക്കുറിച്ച് ആരെങ്കിലും പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ട്? നിങ്ങൾ കേട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായിരുന്നു ഇതിനകത്തുനിന്ന് കേട്ടേക്കുന്നത്? പെട്ടെന്ന് പറ ചിന്നമാമേ, പെട്ടെന്ന് പറ. എന്തുവാ ഇതിനർത്ഥം? എന്തുവാ? നമ്മള് ശരിയായ അറിയത്തില്ല. അമ്മാമ്മ മറന്നുപോയി. ശരിയായ ടീച്ചിങ് ഫോളോ ചെയ്യണമെന്ന്. അങ്ങനെയാണെന്നോ പറഞ്ഞേക്കുന്നത്? ഞാനൊന്ന് വായിക്കാം, പ്രത്യേകം ശ്രദ്ധിച്ചോണം. ആമീൻ ആമീൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ആട്ടിൻ തൊഴുത്തിൻ വാതിലിലൂടെ കിടക്കാതെ വേറെ വഴിയായി കയറുന്നവൻ കള്ളനും കവർച്ചക്കാരനും ആകുന്നു. അപ്പോൾ ഇവിടെ ആടിനെന്തോ ഉണ്ട്? ആടിൻ്റെ തൊഴുത്തിനൊരു വാതിലുണ്ട്. എന്താണ്? ആടിൻ്റെ തൊഴുത്തിന് എന്തുണ്ട്? വാതിലുണ്ട്. വേറെ വഴിയായി കയറുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ വാതിലിലൂടെ കിടക്കാതെ വേറെ വഴിയായി കയറുന്നവൻ, ജനലിൽ കൂടെ അടിച്ചു കയറി വരുന്നവൻ, അവനാരാ? അപ്പൊ കർത്താവ് കള്ളനും കവർച്ചക്കാരനും എന്ന് പറഞ്ഞേക്കുന്ന ആരെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്? പിശാചിന്. അപ്പൊ ആരാണ് വേറെ വഴിയായി കയറിയേക്കുന്നത്? അപ്പം പിശാച്. അത്രയും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഉണ്ടോ? എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടോ? ഓക്കെ, മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഓക്കെ. അടുത്തത് 2-ാമത്തെ വാക്യം. വാതിലിലൂടെ കിടക്കുന്നവനോ ആടുകളുടെ ഇടയനാകുന്നു. ആരാണ്? അപ്പൊ അതാരാണ് ആടുകളുടെ ഇടയൻ? വാതിലിലൂടെ കിടന്നവൻ അതാരാ? യേശു കർത്താവ്. ഇനി ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ, യേശു പറഞ്ഞു, 7-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, യേശു പിന്നെയും അവരോട്, ആമീൻ ആമീൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ആടുകളുടെ വാതിൽ ഞാനാകുന്നു. ആടുകളുടെ വാതിൽ ആരാന്ന് കർത്താവ് പറഞ്ഞ ആരാന്ന് പറഞ്ഞു? അപ്പൊ പിന്നെ എങ്ങനെയാ വാതിൽ? എങ്ങനെ വാതിലിലൂടെ കടന്നത്? എങ്ങനെയാ? ഇവിടെ ആടുകളുടെ വാതിൽ കർത്താവാന്ന് പറഞ്ഞു. അവന് വാതിലിലൂടെ കടക്കുന്നവനോ ആടുകളുടെ ഇടയനാകുന്നു. അപ്പൊ വാതിലിലൂടെ കടന്നു വന്ന വാതിലാണോ ഈ വാതില്? വാതിലിലൂടെ വാതിലിന് കടന്നു വരാൻ പറ്റുമോ? ഇല്ല. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ ഈ ചോദിക്കുന്നത്. നിങ്ങൾ ഉത്തരവൊന്നും പറയണ്ട. നിങ്ങൾ പറയാൻ പോകുന്നതിലെ ഉത്തരം തെറ്റാണ്, അതുകൊണ്ടാണ് പറയണ്ട. ഇത് ശ്രദ്ധിച്ചു. വാതിലിന് കയറി വരാൻ പറ്റത്തില്ലല്ലോ. പറ്റുമോ? ഇല്ല. അത്രയും മനസ്സിൽ അറിഞ്ഞാൽ മതി. ഓക്കെ. ഇനി 3-ാമത്തെ വാക്യം അമ്മാമ്മ ഒന്ന് വായിച്ചാട്ട്. മതി. അപ്പം ഈ വാതിലിന് ആരുണ്ട്?
അപ്പൊ യേശു എന്ന വാതിൽ കാവൽക്കാരുണ്ടോ? യേശുള്ള വാതില് കാവൽക്കാരന് ഇല്ല, ഇല്ല. കാരണം ഇല്ല. യേശു വാതില. അപ്പൊ ആടുകളുടെ തൊഴുത്തിന്റെ വാതിലാണ് ഈ വാതിൽ. ആരാണ്? തൊഴുത്തിന്റെ വാതിലാണിത്. ഈ തൊഴുത്തിന്റെ വാതിലിന് ആരുണ്ട്? കാവൽക്കാരനുണ്ട്. അതുകൊണ്ടാണ് കള്ളൻ ഇതുവഴി കയറി വന്നത്, വേറെ വഴിയായിട്ട് വന്നത്. ഓക്കെ, ഇപ്പൊ മനസ്സിലായല്ലോ. ഈ ആടുകളുടെ വാതിലിന് ആരുണ്ട്? കാവൽക്കാരനുണ്ട്. അതുകൊണ്ടാണ് ഈ കള്ളൻ ഇതുവഴി വന്നത്, വേറെ വഴിയായിട്ട് അതിനകത്ത് കയറിയത്. ഇനി ആടുകൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നു, തൻ്റെ ആടുകളെ പേർ ചൊല്ലി പുറത്തു കൊണ്ടുപോകുന്നു. തനിക്കുള്ളവയൊക്കെയും പുറത്തു കൊണ്ടുപോയ ശേഷം അവൻ അവയ്ക്ക് മുമ്പായി നടക്കുന്നു. ആടുകൾ അവൻ്റെ ശബ്ദം അറിഞ്ഞ് അവനെ അനുഗമിക്കുന്നു. അപ്പം ആടുകൾ അവൻ്റെ ശബ്ദം കേട്ട് അനുഗമിക്കുന്ന ആടുകളാണ്. ആരുടെ ആടുകൾ? യേശുവിൻ്റെ. അന്യന്മാരുടെ ശബ്ദം അറിയായതുകൊണ്ട് അന്യനെ അനുഗമിച്ച് വിട്ട് ഓടിപ്പോകും. ഈ സാദൃശ്യം അവരോട് പറഞ്ഞു. എന്നാൽ തങ്ങളോട് പറഞ്ഞത് ഇന്നതേ എന്ന് അവർ ഗ്രഹിച്ചില്ല. ഇനിയും ഇത് പറഞ്ഞ് ഇതിൻ്റെ അർത്ഥം മനസ്സിലായാൽ നിങ്ങൾക്ക് ഭൂമിയിലുള്ള അധികാരം എന്താണെന്നും ഈ വാതിൽ കാവൽക്കാരൻ ആരാണെന്നും അറിഞ്ഞാൽ നിങ്ങൾക്ക് പിടികിട്ടത്തുള്ളൂ. എന്തോ കിട്ടത്തുള്ളൂ? വാതിൽ കാവൽക്കാരനാണെന്ന് അറിയണം. അറിയണ്ടായോ? അറിയാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? എല്ലാവർക്കും ഉണ്ട്. യേശു എതുവഴിയാ വന്നത്? ഈ വാതിലിലൂടെയാ വന്നത്. എവിടെ വന്നു യേശു? ഈ വാതിലിലൂടെ എവിടോട്ടാ വന്നത്? ആടിന്റെ തൊഴുത്തിൽ വന്നു. നമ്മൾ ഏതുവഴിയാ ഈ ഭൂമിയിലേക്ക് വന്നത്? മതിലേ കൂടെ വന്നു. ആ വാതിലിന്റെ പേരെന്തോ? ആ വാതിലിന്റെ പേരാണ് ജനനമാകുന്ന വാതിൽ. എന്തു വാതിൽ? അപ്പൊ നമ്മളെല്ലാം ജനനമാകുന്ന വാതിലിൽ കൂടിയാണ് ഈ ഭൂമിയിലേക്ക്, തൊഴുത്തിലേക്ക് അപ്പം അതിന് ഒരു വാതിൽ കാവൽക്കാരനുണ്ടായിരുന്നു. ആ വാതിൽ തുറന്നു കൊടുത്തത് യേശുവിന് ഈ ഭൂമിയിൽ വരാൻ വേണ്ടി ആരാ വാതിൽ തുറന്നു കൊടുത്തത്? ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക്. അവള് വാതിൽ തുറന്നു കൊടുത്തു. അവൻ ആ വാതിലിലൂടെ കയറി വന്നു. അപ്പൊ ഈ ഭൂമിയിൽ വാതിലിലൂടെ കടന്നു വന്നവർക്കാണോ അധികാരമുള്ളത്? ഒരു വാതിലിലൂടെയും അല്ലാതെ കയറി വന്ന വഴിയെവിടെ കയറി വരുന്നവന് കയറി വരാനുള്ളതാണോ നിന്റെ വീട്? ഹലോ, അപ്പൊ അവനെ ഇറങ്ങി പോടാ എന്ന് പറയേണ്ട ജോലി ആരുടേത്? അതിനാരോടേലും ചോദിക്കണോ? അതിന് പരിശുദ്ധാത്മാവിന്റെ ആവശ്യമില്ല. ഹലോ, മനസ്സിലാകുന്നുണ്ടോ? പരിശുദ്ധാത്മ സ്നാനത്തിന്റെ ആവശ്യമില്ല. ഞാൻ ഈ ഭൂമിയിൽ വാതിലിലൂടെ വന്നത്, അതുകൊണ്ട് ഇറങ്ങിപ്പോടാ. വാതിലിലൂടെ കയറി വരാത്തവൻ നീ അന്യനും പരദേശിയുമാണ്. ഈ വാതിൽ, എൻ്റെ ഭവനത്തിൽ നിനക്ക് അധികാരമില്ല എന്ന് പറയേണ്ട ജോലി ആരുടേതാണ്? നിങ്ങൾ ഈ ഭൂമിയിൽ ജനിച്ചവരാണോ? നിങ്ങൾക്ക് അധികാരമുണ്ട്. അത് മനുഷ്യനായി നമ്മൾ ഈ ഭൂമിയിൽ പിറന്നത് കൊണ്ടുള്ള അതാണ് യേശു ഇവിടെ പഠിപ്പിച്ചത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോരായോ? ഇനി ഇതിൽ കൂടുതൽ ഇതിനെക്കുറിച്ച് വിശദീകരിക്കണോ? എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ദൈവം നിങ്ങളെ ഈ വചനങ്ങളാൽ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. കണ്ണുകളടക്കം നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, നിന്റെ കുഞ്ഞുങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം.
കർത്താവെ, മനുഷ്യ മക്കളായി ഞങ്ങൾ ഈ ഭൂമിയിൽ ജനിച്ചതുകൊണ്ട് ഞങ്ങൾക്കുള്ള അധികാരം എന്തെന്ന് കർത്താവെ നിൻ്റെ കുഞ്ഞുങ്ങളോട് തിരുവചനത്തിലൂടെ പറഞ്ഞു കൊടുക്കുവാൻ തക്കവണ്ണം സ്വർഗമേ നീ ഞങ്ങൾക്ക് സഹായിച്ചതുകൊണ്ട് നന്ദിയോട് സ്തോത്രം. അവർ ആ അധികാരം ഉപയോഗിക്കുവാനും ദൈവപ്രവൃത്തി വെളിപ്പെട്ട് വരുവാനും ഇടയായി തീരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിന് മക്കളെ അനുഗ്രഹിക്കുന്നവരെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.